കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ ചെറിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ എറണാകുളം PXL പോയിട്ട് ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇന്ന് സാധിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് PXLൻ്റെ വ്ളോഗ് എന്നതിനപ്പുറം അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാം. കാരണം PXL കേരളത്തിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും എറണാകുളത്ത് PXL വന്നിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് PXL എത്തിപ്പെടേണ്ടത് എന്നും കൂടി കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഞാൻ ബസ്സിലാണ് പോകുന്നത് കേട്ടോ, ട്രെയിനല്ല. ഞാൻ ബസ്സാണ് ചൂസ് ചെയ്തത്. സൈഡിൽ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഞാൻ കഴിച്ചു. ഇനിയിപ്പോൾ എറണാകുളത്ത് പോയിട്ട് കഴിക്കാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ തന്നെ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കുള്ള ബസ് നോക്കിയിരിക്കുകയാണ്. എറണാകുളം വണ്ടിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഏകദേശം ടിക്കറ്റ് ചാർജ് വരുന്നത് 99 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ബസ് ഇതേ എത്തി. അപ്പോൾ നമുക്കിനി അതിലോട്ട് കയറാം. അപ്പോൾ ഞാൻ ഏറ്റവും പിന്നിലെ സീറ്റ് തന്നെയാണ് പോയിരുന്നത്. ബസ്സിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഞാൻ പറഞ്ഞില്ല 99 രൂപയാണ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ട്രെയിനാകുമ്പോൾ ഇത്രയും പൈസ വരില്ലായിരിക്കും. അതായത് സ്ലീപ്പർ ടിക്കറ്റ് എടുത്താൽ പോലും നിങ്ങൾക്കൊരു 60 രൂപയ്ക്ക് മാക്സിമം വരുള്ളായിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി ബസ്സിൽ എറണാകുളം അടുത്ത ജില്ലയിലേക്കൊക്കെ പോകാനാണെങ്കിൽ എനിക്ക് ബസ്സാണ് കുറച്ചുകൂടി കംഫർട്ട്. അപ്പോൾ നമുക്ക് വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. ലോങ് ആണെങ്കിൽ ട്രെയിൻ ആയിരിക്കും ചൂസ് ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ തൊട്ടപ്പുറത്ത് ജില്ലയിലേക്കല്ലേ പോകണം. അതുകൊണ്ടാണ് ബസ്സൊക്കെ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് നമുക്ക് കുറച്ച് തിയേറ്റേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചാലക്കുടി സുരഭി, ദിലീപേട്ടൻ്റെ ഡി സിനിമാസ്, അപ്പോൾ അങ്ങനെ കുറച്ച് തിയേറ്റേഴ്സൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം. അങ്ങനെ നമ്മളിതേ കൊച്ചിയിലെത്തിയിട്ടാ, കളമാശ്ശേരി എത്തി. നമ്മൾ KSRTC സ്റ്റാൻഡിലാണ് പോയി ഇറങ്ങണം കേട്ടോ. അതിന് മുൻപ് എറണാകുളം കല്ലൂർ എവിടെയൊന്നും ഇറങ്ങരുത്. നമ്മൾ ചെന്നിറങ്ങേണ്ടത് KSRTC സ്റ്റാൻഡിൽ തന്നെയാണ്. ഇത് PXL വരണത് കൊച്ചി ഫോറം മാളിലാണ്. ഫോറം മാൾ പലരും വിചാരിച്ചിട്ടുണ്ടാവുക എറണാകുളം ടൗണിൽ തന്നെ ആയിരിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലല്ല. നമ്മൾ എറണാകുളം ടൗണിൽ നിന്ന് വീണ്ടും കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഏകദേശം 8 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോയിട്ടാണ് ഫോറം മാൾ വരണത്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഇന്നാണ് അറിഞ്ഞത്. ഞാനും വിചാരിച്ച ടൗണിലാണെന്നാണ്. അപ്പോൾ അത് എറണാകുളം ടൗണിലല്ല, എറണാകുളത്ത് കുറച്ച് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ എറണാകുളം KSRTC സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങി. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ സൗത്തിൽ പോയിട്ട് ഇറങ്ങുക. സൗത്ത് സ്റ്റേഷനിൽ പോയിട്ട് വേണം ട്രെയിൻ ഇറങ്ങാൻ. ബസ്സിലാണ് പോകണമെങ്കിൽ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മളിത് KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടത് വൈറ്റിലെ കുണ്ടന്നൂർ റൂട്ടിലെ ബസ്സിലാണ് നമ്മൾ കയറേണ്ടത്. ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വൈറ്റിലെ അതിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് പോകണം കേട്ടോ. KSRTC സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മുന്നിലോട്ട് പോകണം. അപ്പോൾ അത് പോണ വഴിക്ക് നമ്മുടെ ആശീർവാദിൻ്റെ ഓഫീസാണിത്. ഓഫീസാന്ന് തോന്നുന്നു. എന്തായാലും ആശീർവാദിൻ്റെ തിയേറ്റർ അല്ല, അപ്പോൾ ഓഫീസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിവിടെ നമ്മുടെ ആശീർവാദിൻ്റെ പേരും പിന്നെ ഇപ്പോൾ കളിക്കുന്ന ആശീർവാദിൻ്റെ ഹൃദയപൂർവ്വത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റിലെ കുണ്ടന്നൂർ ബസ്സിൽ കയറി. ഇവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട്. നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടറോട് ഫോറം മാളിലേക്കാന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഫോറം മാളിൻ്റെ മുന്നേ തന്നെ അവർ ഇറക്കി തരും. അങ്ങനെ നമ്മൾ ഫോറം മാൾ എത്തിയിട്ടാണ്. ഫോറം മാൾ എത്തിയത് മുന്നിൽ നിന്ന് കാണുമ്പോൾ ഒരു അത്ര വലിയ മാളായിട്ട് തോന്നില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കളി മാറും. ഉള്ളിലോട്ട് കയറുമ്പോഴാണ് ഈ മാൾ എത്രത്തോളം വലിയ മാളാന്ന് എനിക്ക് മനസ്സിലായത്. പുറമേ ഇത് കാണുന്ന പോലെയല്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ വർക്കൊക്കെ അടിപൊളിയായിട്ട് ഇത് കണ്ടില്ലേ, അടിപൊളിയാണ്. നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണത്. 6-7 തിയേറ്ററിന് തോന്നുന്നു ഫോർമാളിൻ്റെ അകത്ത്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ ഉള്ളിലോട്ട് കയറേണ്ട മുന്നേ തന്നെ നമ്മുടെ ബാഗൊക്കെ ഇതിൻ്റെ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ മെഷീൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ഈ എയർപോർട്ടിലൊക്കെ ഉള്ള സിസ്റ്റം ഇല്ലേ, അതാണ്. അങ്ങനെ മാളിൻ്റെ അകത്തോട്ട് കയറി. മാള് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ബോധം പോയിട്ടോ. ഞാൻ മുന്നിൽ നിന്ന് കണ്ട മാളേ ആയിരുന്നില്ല. ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇതൊരു വലിയ മാളാട്ടോ. വലിയ മാളാണ്, അത്യാവശ്യം വലിയ മാളാണ്. ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ട പോലെ ചെറിയ മാളൊന്നുമല്ല, വലിയ മാളാണ് ഫോറം മാള്. ഏറ്റവും മുകളിലാണ് PVRൻ്റെ തിയേറ്റേഴ്സ് വരുന്നത്. നമ്മുടെ PXL അടക്കമുള്ള തിയേറ്റേഴ്സ് ഏറ്റവും മുകളിലാണ് വരുന്നത്. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. ഇതാണ് തിയേറ്ററിൻ്റെ ക്യാൻറ്റീനൊക്കെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ വരുന്നത് കൂടെ കേട്ടത്. നല്ല സെറ്റപ്പായിട്ട് അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ്. ഭയങ്കര ചാർജ് നല്ല കത്തിയായിരിക്കും. ഇത് സ്ക്രീൻ 7 മമ്മൂക്കാൻ്റെ ഒരു ഡ്രോയിങ്ങിൻ്റെ ഇതൊക്കെ കാണാം അവിടെ. ഇത് സ്ക്രീൻ 6, 7 സ്ക്രീനാണ് തോന്നുന്നത്. അപ്പോൾ മൊത്തമുള്ളത് നമുക്ക് പോകേണ്ടത് സ്ക്രീൻ 4ലേക്കാണ്. ചുമ്മാ പടം തുടങ്ങുന്നതിന് മുന്നേ ഇത് കാണിച്ചു എന്നുള്ളത്. ഇതിൻ്റെ ഡോറൊക്കെ അടിപൊളിയാണ്. PXLക്കുള്ള ഇൻട്രോ ഇവിടെയാണ് വരുന്നത്. ഇതാണ് സ്ക്രീൻ 4ലേക്കുള്ള വഴി കേട്ടോ. ഇവിടെയാണ് സ്ക്രീൻ 4 ആണ് PXL. ഈ ഒരു വഴിയാണ് PXLലേക്ക് ഉള്ളത്, സ്ക്രീൻ 4ലേക്ക്. അങ്ങനെ നമ്മളിത് തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ടാ. സത്യം പറയാലോ, സ്ക്രീനിൻ്റെ സൈസ് കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി. ഇതൊരു
എന്താ പറയുക, ഭീകര സ്ക്രീൻ, കൂറ്റൻ സ്ക്രീൻ എന്നൊക്കെ പറയില്ലേ, എന്താണിത്. കാരണം ഞാൻ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ നമുക്ക് അറിയാം ഐമാക്സിൻ്റെ മോഡല്, ഐമാക്സ് പോലത്തെ സ്ക്രീനും സൈസൊക്കെയാണെന്ന് ഇറങ്ങി പോലും ഇവിടെ വന്ന് കണ്ടപ്പോഴേ, ഇപ്പോൾ നമ്മൾ ലോക കാണാനാണ് വന്നേക്കണത്. അപ്പോൾ ലോകയുടെ ആ ഒരു ഇതാണ് കേട്ടോ, ഫുൾ സ്ക്രീനാണ്. നമ്മൾ നോർമൽ തിയേറ്ററിൽ ലോക കാണുമ്പോൾ ആ റേഷ്യോ വേറെയാണ്, നിങ്ങൾക്കറിയാം, ഫുൾ സ്ക്രീൻ അല്ല ലോക. പക്ഷേ അങ്ങനത്തെ സിനിമകൾ PXL ഐമാക്സിലൊക്കെ എപ്പിക്കിലൊക്കെ വരുമ്പോൾ അത് ഫുൾ സ്ക്രീനായിട്ട് മാറും. അപ്പോൾ ഇവിടെ ലോക ഫുൾ സ്ക്രീനായിരുന്നു. ഞാൻ മുമ്പ് 2 തവണ ലോക കണ്ടത് ഗിരിജയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ. അപ്പോൾ അവിടെ നോർമൽ സ്ക്രീനാണ്, പിന്നെ അതിൽ തന്നെ പടം കുറച്ചുകൂടി ചെറുതായിട്ട് കാണിക്കുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് ഇവിടെ വന്നപ്പോഴേ ശരിക്കും കിളിപ്പോയി. നിങ്ങൾ ആ സ്ക്രീനിൻ്റെ സൈസ് കണ്ട, എനിക്ക് സത്യം പറഞ്ഞാൽ മൊബൈലിൽ കൊള്ളണില്ല, അത്രയും വലുത്. പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന വീഡിയോ ആണ്, ഞാൻ ബാക്കിൽ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇത് ഏറ്റവും പിന്നിനടുത്ത വീഡിയോ കേട്ടോ, അതായത് റിക്ലൈനർ സീറ്റിൻ്റെ അവിടെ നിന്ന് ഞാനെടുത്ത വീഡിയോ ആണിത്. ഇവിടെ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ സൈസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഭീകര സ്ക്രീനാണ്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അടിപൊളിയാട്ടാ. PXL ഒന്നും പറയാനില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ സൗണ്ട്, ഈ സ്പീക്കർ ഉണ്ടല്ലോ, ഇത് അറ്റ്മോസിൻ്റെ തന്നെ JBLൻ്റെ സ്പീക്കേഴ്സാണ്. നമ്മുടെ തൃശ്ശൂർ ജോസിൽ ഈ സ്പീക്കറുണ്ട്. അതുപോലെ തന്നെ ഊരകം ശിവദം. ഞാൻ കയറിയത് വെച്ചിട്ടാണ് ഞാൻ പറയണത്. ഞാൻ കയറി തിയേറ്റേഴ്സിൽ വെച്ചിട്ടുള്ള എൻ്റെ അറിവിലാട്ടോ ഞാൻ പറയണത്. ഈ തിയേറ്റേഴ്സ് ജോസ് ശിവദമൊക്കെ ഞാൻ കയറാത്ത വേറെ തിയേറ്റേഴ്സുണ്ട്, അവിടെ ഈ സ്പീക്കർ ഉണ്ടായിരിക്കാം. ഞാൻ കയറിയിൽ വെച്ചിട്ട് ജോസിലും ശിവദത്തിലാണ് ഈ സ്പീക്കർ കണ്ടിട്ടുള്ളത്. അത് ജോസിലെ കേട്ട അതേ സൗണ്ട്, ജോസിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത അതേ സൗണ്ട്. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ഹാളായതുകൊണ്ട് ചിലപ്പോൾ നോർമൽ തിയേറ്ററിൻ്റെ അത്ര സൗണ്ട് ചിലപ്പോൾ കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും പറയാൻ, അടിപൊളി സൗണ്ട്, വൺ എക്സ്പീരിയൻസ് ആയിരുന്ന ലോകം എനിക്കിവിടെ. ഒന്നാമത് സിനിമ ഫുൾ സ്ക്രീൻ, ആ ഒരു കൂറ്റൻ സ്ക്രീനിൽ ഫുൾ സ്ക്രീനായിട്ട് സിനിമ, അതിൻ്റെ കൂടെ കട്ടക്കി പിടിച്ച സൗണ്ട്, ഗംഭീര സൗണ്ട് ആയിരുന്നു കേട്ടോ. ഇതാണ് റിക്ലൈനർ സീറ്റുകൾ വരുന്നത്. ഇത് ചാർജ് എത്ര, ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു ചാർജ് അല്ല. ഞാനിപ്പോൾ ലോക്ക് കണ്ടത് 230 രൂപയ്ക്കാണ്. നോർമൽ മറ്റേ ഫ്രണ്ടിലിരിക്കാൻ 200ഉം, മറ്റേ അല്ല ഫ്രണ്ടിൽ 2 രൂപയിൽ 190ഉം, അതിൻ്റെ മിഡിലിൽ 2 രൂപ എത്ര, അതിൻ്റെ തൊട്ട് പിന്നിൽ 2 രൂപ 220ഉം, പിന്നെ ബാക്കിൽ 230ഉം. അങ്ങനെയായിരുന്നു ടിക്കറ്റ് റേറ്റ്. ഇത് കുറവാണ് സത്യം പറഞ്ഞാൽ. PXL ഈ റേറ്റ് അല്ല. ഇതിപ്പോൾ ലോക ഇറങ്ങിയിട്ട് കുറച്ച് നാളായതുകൊണ്ടാണ് ഈ ഒരു റേറ്റിനേക്ക് ടിക്കറ്റ് കിട്ടിയത്. പക്ഷെ ഒരിക്കലും PXL പുതിയ പടങ്ങൾ വരുമ്പോൾ 350-400ഒക്കെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ. സീറ്റൊക്കെ ഉണ്ടല്ലോ, അടിപൊളി സീറ്റ്. നമ്മുടെ ഐമാക്സിൻ്റെ ഫോട്ടോസിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ അതേ സീറ്റുകൾ തന്നെയാണ്. 2 കളർ, ഒന്ന് ഈ കാണുന്ന പോലെ റെഡും, പിന്നെ മിഡിലായിട്ട് വരുന്നത് ബ്ലാക്ക് കളർ സീറ്റിലും. ഒന്നും പറയാല്ലേ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നത് വേസ്റ്റ് ആയില്ല. എനിക്ക് എന്തായാലും നല്ല കിണ്ണം കാച്ചിയ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എല്ലാം കൊണ്ട് അടിപൊളി. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലെങ്കിലും PXL വന്ന് ഒരു സിനിമ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്കത് ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് മാറും. എനിക്ക് അത്രേ പറയുള്ളൂ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം.